ആലുവ ചെങ്ങമ്മനാട് ദേശത്ത് എൻ്റെ സ്വന്തത്തിൻ്റെ വീട്ടിലേക്കൊരു യാത്ര പോയി. ബൊഗൈൻവില്ല പൂക്കളാൽ അലങ്കരിച്ച വേലിത്തട്ടിൻ്റെ ഭംഗി ആസ്വദിച്ച് കവാടം പയ്യെ തുറന്ന് അങ്കണത്തിലെത്തി. ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ചു. കൊച്ചു കൊച്ചു ആമ്പൽക്കുളങ്ങളും കൊച്ചു താമരയുടെ കുളവും കാണാൻ നല്ല ഇമ്പമുള്ളതായിരുന്നു. കൂടാതെ അഡീനിയ, ഓർക്കിഡ്, സീസി പ്ലാന്റ്, ഫേൺസ്, കലാത്തിയ, മണിപ്ലാന്റ് തുടങ്ങിയ ചെടികളാൽ അലങ്കരിച്ച് ചെറിയൊരു വൃന്ദാവനം പോൽ തോന്നിപ്പിക്കും വിധം ഇവിടം സജ്ജമാക്കിയിരിക്കുന്നു. എന്നെ സ്നേഹത്തോടെ എതിരേറ്റ പ്രിയ അനിയത്തി നൽകിയ ഫ്രൈഡ് കസ്റ്റേർഡ് ബോൾസും കോൾഡ് കോഫിയും കഴിച്ചു. പിന്നെ ഉച്ചയൂണിന് സമയമായി. മധുഹൂത്ത് എന്ന പ്രത്യേക ഊണും മറ്റ് സമൃദ്ധമായ വിഭവങ്ങളും കഴിച്ച ശേഷം പെരിയാറിൻ്റെ തീരത്തേക്ക് പയ്യെ നടന്നു. പെരിയാറേ, പർവ്വതനിരയുടെ പനിനീരേ, കുളിരും കൊണ്ട് കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ, ഒരു മലയാളി പെണ്ണാണു നീ. ശ്രീ വയലാർ രാമവർമ്മ എത്രയോ അർത്ഥവത്തായിട്ടാണ് ഈ വരികൾ രചിച്ചിരിക്കുന്നത്. ഒരു പെണ്ണിൻ്റെ സൗന്ദര്യത്തോട് ഉപമിച്ച് നമ്മുടെ ഈ പെരിയാറിനെ വർണ്ണിച്ചിരിക്കുന്നത്. ഇവിടെ ഈ തീരത്ത് ഇതിൻ്റെ സൗകുമാര്യം ആസ്വദിച്ചപ്പോൾ തികച്ചും നമുക്കത് ബോധ്യപ്പെട്ടു. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. ഒരു കാലത്തും വറ്റാത്തതിനാൽ കേരളത്തിൻ്റെ ജീവരേഖയെന്നും പെരിയാറിനെ വിശേഷിപ്പിക്കാറുണ്ട്. അവിടെ നിന്നും 1946 നിർമ്മിച്ച ഇഷ്ടികച്ചൂളയും ഓടുകമ്പനിയും കാണുവാൻ വേണ്ടി പോയി. അതൊക്കെ അന്യം നിന്ന് പോയ അവസ്ഥയിലായിരുന്നു. പഴയകാല ഓടുകളും മൺപാത്രങ്ങളും ചായക്കോപ്പുകളും നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഓട്ടുകമ്പനിയുടെ ട്രേഡ് മാർക്കും കണ്ടു. നെല്ലിയുടെ പലക താഴെ വിരിച്ച ഒരു കിണറും അവിടെയുണ്ട്. കപ്പിയും കയറും ഉപയോഗിച്ച് പഴയ രീതിയിലുള്ള വെള്ളം കോരുന്നതും പരീക്ഷിച്ചു. ഓടുകമ്പനിയിൽ പഴയകാല ഓടുകളൊക്കെ മിനുക്കി തയ്യാറാക്കുന്ന ഭാനു ചേച്ചി പഴയകാല നിർമ്മാണ മെഷീനുകളെക്കുറിച്ച് വിവരിച്ചു തന്നു. അതിരില്ലാതെ നീണ്ടു കിടപ്പുണ്ട് നീലാകാശം. നീലിമ നഷ്ടപ്പെട്ട് ആകാശം സിന്ദൂരമണിയും നേരം മുമ്പേ ഞാൻ യാത്ര തിരിക്കട്ടെ.